ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഒരു നാട് മുഴുവൻ ഒരുങ്ങിയിരിക്കുന്നതിന്റെ വ്യത്യസ്ത കാഴ്ചയുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പോകാം നമുക്ക് തിയേറ്ററുകളിൽ വിജയ പ്രദർശനം തുടരുന്ന ഒരു റൊണാൾഡോ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി. നമസ്കാരം, ഞാൻ റിനോയ് കല്ലൂർ. ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയുടെ സംവിധായകനാണ്. ഇപ്പോൾ ഇവിടെ ഞാനുള്ളത് ചേർത്തല EVM-ലാണ്. അപ്പോൾ ഇവിടെ ഒരു ഷോ കളിക്കുന്നു. അപ്പം നിറയെ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ടും ഓഡിയൻസിൻ്റെ വൈബൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ വിസിറ്റായിട്ട് വന്നതാണ്. എല്ലായിടത്തും ആളുകൾ കയറുന്നു, നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഫാമിലി ഓഡിയൻസിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടങ്ങളുടെ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. ഹായ്, ഞാനിപ്പോൾ EVM ചേർത്തലയിലെ തിയേറ്റർ വിസിറ്റ് വന്നേക്കുവാണ് ക്രൂവിൻ്റെ കൂടെ. സോ എൻ്റെ ഫസ്റ്റ് തിയേറ്റർ വിസിറ്റ് ആണ്. അപ്പം എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ്, ഇത്രയും പേരുടെ കൂടെ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അവരെ എന്താണ് റിയാക്ട് ചെയ്യാന്നൊക്കെ കാണാനായിട്ടുള്ളൊരു സന്തോഷം, എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. ലെറ്റ്സ് സീ. ഞാൻ ബിജി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് മൂവിയിൽ. മൈ ബാൽക്കണി എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ബിജി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഹായ്, നമസ്കാരം. മിഥുൻ എംദാസ് ആണ്. ഒരു റൊണാൾഡോ ചിത്രം ഇപ്പോൾ ഓൾ കേരള തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളെല്ലാം ഉണ്ട്, ആളുകൾ കാണുന്നുണ്ട്. മഴയൊക്കെ ആണെങ്കിലും അതൊക്കെ അവഗണിച്ച് ആളുകൾ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പേഴ്സണലി എനിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ടോമി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. കഥയോ കഥാപാത്രമൊന്നും കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ അതിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ടോമിയുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും പ്രശ്നങ്ങളും അവൻ്റെ ഇമോഷൻസിൻ്റെ ഒക്കെ ഒപ്പം സഞ്ചരിച്ചിട്ട് ഒരുപാട് പേര് അത് നന്നായി എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമയൊന്ന് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണത്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിലേക്ക് വരണം. താങ്ക് യു. വ്യത്യസ്തമായ സബ്ജക്റ്റ് ആയിരുന്നു, നല്ല കണ്ടിരിക്കാം. അതെ, സൂപ്പർ. സൂപ്പർ പടം, അടിപൊളി, നന്നായിട്ടുണ്ട്. ഫാമിലി കാണാവുന്ന മൂവിയാണ്, നല്ല മൂവിയാണ്. കോമഡി നന്നായിട്ട് സസ്പെൻസ്, നല്ല സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട് അവസാനം വരെ. അതെ,
സാർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ നല്ല സിനിമ. നല്ല സിനിമ സാർ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മെസ്സേജ് അല്ലേ? നല്ല മെസ്സേജാണ് കേട്ടോ. വളരെ കുറഞ്ഞ ഇതിൽ തന്നെ വലിയ നടന്മാരെ വെച്ചിട്ടല്ലാതെ തന്നെ അത് നല്ലവണ്ണം ചിത്രീകരിക്കാൻ പറ്റി. നല്ല സ്നേഹത്തിന്റെയൊക്കെ നല്ല ഒരു മെസ്സേജാണ് കൊടുത്തത്. ഓക്കെ, നല്ല പടം, ഒരു നോർമൽ പടം. ഒരുപാട് ഹൈപ്പ് ഇല്ല, നോർമലി നമുക്ക് കാണാൻ വേണ്ടി പഠിച്ചിട്ട് പടം. നൈസ് പടം. അതായത് ഒരുപാട് ഹൈപ്പ് ഇല്ലാതെ നല്ല ഒരു സ്റ്റണ്ടും അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഒരു നല്ലൊരു മെസ്സേജ് അതിലുണ്ട്. ഒരു പുതിയൊരു ഇപ്പൊ താനോ ഞാനോ ഒരു സിനിമ എടുക്കുന്നു, ആ രീതിക്ക് അവൻ മികച്ച തന്നെ. ഫസ്റ്റ് പടം എന്ന രീതിയിൽ പാഷനേറ്റ് പടം, സൂപ്പർ പടം, ഫാമിലിക്ക് പറ്റിയ പടം, സൂപ്പർ പടം. സാർ എങ്ങനെയുണ്ട്? നല്ല പടം, വളരെ നല്ലൊരു സിനിമയായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വളരെ ഇഷ്ടത്തോടെ കാണുന്ന സിനിമാ മോഹികളുടെ ഒരു പടം തന്നെയാണ്. വളരെ നന്നായിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ വളരെ ഫീലായിരുന്നു. നമ്മളൊരു സിനിമാക്കാരനാണെന്ന് മറന്നു പോകും. നമ്മൾ ആ കഥാപാത്രം, പുള്ളി ഒരു പുതുമുഖമാണ്, പക്ഷെ വളരെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു യഥാർത്ഥമായ ഒരു ലൈഫാണ്. കാരണം അദ്ദേഹം അതിലൂടെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്. ഒരുപാട് ആളുകൾ കാണട്ടെ. എല്ലാവരും നന്നായിട്ടുണ്ട്. ഒന്നും ഒരു പുതിയ ആളിന്റെ ചിത്രമാണെന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം. ഫാമിലി ഓറിയന്റഡ് ഉള്ള മൂവിയാണ്. നല്ല സൂപ്പർ പറയാൻ സാർ, പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിരിക്കാം സൂപ്പർ, അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പടം നല്ലൊരു സിനിമയാണ്. നല്ല സിനിമയാണ്, ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. കുഴപ്പമില്ല. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? അതാണ് ഒരു ഇങ്ങനെ ലോക്ക് കൊടുത്ത് ക്യാമറ ലോക്ക് കൊടു. അത് മതി. അമ്മ, പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. നല്ല പടം. ഫാമിലി ഓറിയന്റഡ് ഉള്ള മൂവിയാണ്. എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. അടിപൊളി പടം. അടിപൊളി.